Next portion, fundamental forces in nature. There are four basic forces in nature: gravitational force, electromagnetic force, weak nuclear force, strong nuclear force. അങ്ങനെ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ആണ് നമുക്ക് പ്രകൃതിയിൽ കാണാനും കഴിയുന്നത്. ഫസ്റ്റ് വൺ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇറ്റ് ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ എനി ടു ബോഡീസ് ഇൻ ദ യൂണിവേഴ്സ്. ഭൂമിയിലെ എല്ലാ വസ്തുക്കളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അട്രാക്റ്റീവ് ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നിങ്ങൾ കൊച്ചു ക്ലാസ്സുകൾ തൊട്ട് തന്നെ ഇത് പഠിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ. Based on Newton's law of gravitation, F is directly proportional to m1 m2 by r square. m1 m2 എന്ന് പറയുന്നത് 2 മാസ്സാണ്. 2 മാസ്സുകൾ, 2 വ്യത്യസ്ത ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അത് എന്തിന് പ്രൊപ്പോർഷണലാണ്? പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ്. അപ്പോൾ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് inversely proportional to the square of the distance between these two masses. അതായത് m1 m2 ആ ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ 2 ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്, അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ മാസ്സുകളുടെ പ്രോഡക്റ്റിന്, അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്റ്റൻസ്, ആ 2 മാസ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സിന് പ്രൊപ്പോർഷണലുമായിരിക്കും. അപ്പോൾ റേഞ്ച് ഈസ് ഇൻഫൈനൈറ്റ്. അപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിരിക്കും. ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് അത്രയും, എത്ര നമ്മളിങ്ങനെ മനസ്സിലാക്കിയിരുന്നാൽ മതി, എത്ര ഉയരത്തിലായാലും അത് ഞെട്ടറ്റ് വീണ് കഴിഞ്ഞാൽ താഴെ ഭൂമിയിൽ തന്നെ വന്ന് പതിക്കും. അപ്പം ലോങ് റേഞ്ചാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ലോങ് റേഞ്ച് ഫോഴ്സാണ് കേട്ടോ, ലോങ് റേഞ്ച് ഫോഴ്സ്. ഇറ്റ് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. ലോങ് റേഞ്ച് ആണെങ്കിൽ പോലും ഇതൊരു വീക്കസ്റ്റ് ഫോഴ്സാണ്. അതും പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ പ്രത്യേകതകൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. ഓൾവേസ് അട്രാക്റ്റീവ് ഇൻ നേച്ചറാണ്. പിന്നെ റേഞ്ച് ഈസ് ഇൻഫൈനൈറ്റ് ആണ്, അല്ലെങ്കിൽ ലോങ് റേഞ്ച് ആണ്. ഇറ്റ് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും വീക്കായിട്ടുള്ള ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സാണ്. ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സസ് ആർ കൺസിഡേർഡ് ആസ് ദ 2 ഫേസറ്റ് ഓഫ് ദ ജനറൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൽ ഇലക്ട്രിക് ഫോഴ്സും ഉണ്ട്, മാഗ്നറ്റിക് ഫോഴ്സും വരുന്നുണ്ട്. ഇലക്ട്രിക് സ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫോഴ്സ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് ചാർജ് ഇലക്ട്രിക് ചാർജസ്. സ്റ്റാറ്റിക് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരിടത്ത് ഫിക്സ്ഡ് റെസ്റ്റിലിരിക്കുന്ന 2 ചാർജുകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സോ റിപ്പൾസീവ് ഫോഴ്സോ ആകാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഫോഴ്സ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് ഇലക്ട്രിക് ചാർജസ്. 2 ഒരുപോലുള്ള ചാർജ് ആണെങ്കിൽ അവിടെ റിപ്പൽഷനും, 2 വ്യത്യസ്ത ചാർജ് ആണെങ്കിൽ അവിടെ അട്രാക്ഷനുമായിരിക്കും സംഭവിക്കുക. അപ്പോൾ അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ് ആയിരിക്കും. അതുപോലെ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ കേസിൽ നമുക്കറിയാം എന്താണ്? ഫോഴ്സ് ബിറ്റ്വീൻ മാഗ്നറ്റിക് പോൾസ് ആണ്. അപ്പോൾ നോർത്ത് പോളുണ്ട്, സൗത്ത് പോളുണ്ട്. നോർത്ത് പോളും സൗത്ത് പോളും അട്രാക്റ്റ് ചെയ്യും. നോർത്ത് പോൾ അല്ലെങ്കിൽ സൗത്ത് പോൾ റിപ്പൽ ചെയ്യും അല്ലേ? അപ്പോൾ ലൈക്ക് പോൾസ് റിപ്പൽസ്, അൺലൈക്ക് പോൾസ് അട്രാക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൽ ഇലക്ട്രിക് ഫോഴ്സിനെ കുറിച്ചും മാഗ്നറ്റിക് ഫോഴ്സിനെ കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ് ഇൻ നേച്ചർ. അത് ഡിപ്പെൻഡിങ് ഓൺ ദ ചാർജ് ഡിപ്പെൻഡൻ്റ് ആണ്. റേഞ്ച് ഈസ് ഇൻഫൈനൈറ്റ്. ഇവിടെയും റേഞ്ച് ലോങ് റേഞ്ച് ആണ്, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആണ്. ചാർജ് ഡിപ്പെൻഡൻ്റ് ആണ്, ചാർജ് അനുസരിച്ചിരിക്കും. അപ്പോൾ 2 ഒരേ ചാർജ് ആണെങ്കിൽ അത് റിപ്പൾസീവ് ആണ്, 2 വ്യത്യസ്ത ചാർജ് ആണെങ്കിൽ അട്രാക്റ്റീവ് ആണ്. അപ്പം ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്താണ്? അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ് ഇൻ നേച്ചർ ആയിരിക്കും. അതുപോലെ റേഞ്ച് ഇൻഫൈനൈറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എമംഗ് ദ ബേസിക് ഫോഴ്സ്, സെക്കൻഡ് സ്ട്രോങ്ങസ്റ്റ് ആണ്. അതുപോലെ തന്നെ തേർഡ് വൺ ആണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് വിച്ച് അറൈസസ് ഇൻ സർട്ടൻ റേഡിയോ ആക്റ്റീവ് പ്രോസസ്സസ് ലൈക്ക് റേഡിയോ ആക്റ്റീവ് ബീറ്റ ഡീക്കേ
പ്രോസസ്സ് എന്ന് പറയുന്നത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിന് ഒരു എക്സാമ്പിളാണ്. അത് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളണം. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിന് ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ റേഡിയോ ആക്റ്റീവ് പ്രോസസ് ലൈക്ക് റേഡിയോ ആക്റ്റീവ് ബീറ്റാ ഡീകെ പ്രോസസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. In this process, the nucleus emits an electron and another particle called neutrino. The electron and neutrino interact with each other exclusively through the weak force. അതപ്പോൾ ന്യൂക്ലിയസിൽ നിന്നും എന്ത് എമിറ്റ് ചെയ്യപ്പെടുന്നു? ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുമ്പോൾ അതിന് കൂടെ ഒരു പാർട്ടിക്കിളും കൂടെ ഉണ്ട്, ന്യൂട്രിനോ. ഇത് രണ്ടും എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ബീറ്റാ ഡീകെ പ്രോസസ്. The electron and neutrino interact with each other exclusively through the weak force. അവിടെ ഇലക്ട്രോണും ന്യൂട്രിനോയും തമ്മിലുള്ള ഒരു ഇൻട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. അപ്പോൾ അത് ഓർത്തോണം. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിന് എക്സാമ്പിൾ എന്താണ്? റേഡിയോ ആക്റ്റീവ് ബീറ്റാ ഡീകെ. റേഡിയോ ആക്റ്റീവ് ബീറ്റാ ഡീകെ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസിൽ നിന്നും ഇലക്ട്രോണും അതിനോടൊപ്പം തന്നെ ന്യൂട്രിനോ എന്ന് പറയുന്നൊരു പാർട്ടിക്കിളും കൂടെ എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇലക്ട്രോണും ന്യൂട്രിനോയും തമ്മിലുള്ള ഇൻട്രാക്റ്റീവ് ഫോഴ്സ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സാണ്. ദിസ് ആക്ട്സ് ബിറ്റ്വീൻ എനി ടു എലമെൻ്ററി പാർട്ടിക്കിൾസ്. അപ്പോൾ എലമെൻ്ററി പാർട്ടിക്കിൾ തമ്മിലുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സാണ് എന്തെന്ന് പറയുന്നത്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് നോട്ട് ആസ് വീക്ക് ആസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബട്ട് മച്ച് വീക്കർ ദാൻ സ്ട്രോങ് ന്യൂക്ലിയർ ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. The range of weak nuclear force is exceedingly small, of the order of 10⁻⁻16 meter. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഇസ് 10⁻⁻16 മീറ്റർ ആണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് റേഞ്ച് ആണ്, പക്ഷേ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനേക്കാളും എന്താണ്? കുറവാണ്, വീക്കാണ്. മനസ്സിലായോ? അപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും സ്ട്രോങ് ആണ്, എന്നാലും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനേക്കാളും വീക്കാണെന്ന് നമുക്ക് പറയാം. ഇതൊന്ന് ഷോർട്ട് റേഞ്ച് ഫോഴ്സാണ്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ദ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ബൈൻഡ്സ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഇൻ എ ന്യൂക്ലിയസ്. The strong nuclear force is the strongest of all fundamental forces. It is charge independent. അപ്പം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് the force that binds proton and neutron in a nucleus. ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ബൈൻഡ് ചെയ്യുന്ന ആ ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ന്യൂട്രോൺ എന്ന് പറയുന്നത് ചാർജ് ഇല്ലാത്ത ഒരു പാർട്ടിക്കിളാണ്. പ്രോട്ടോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജാണ്. ഇവിടെ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇറ്റ് ഈസ് ചാർജ് ഇൻഡിപെൻഡൻറ്റ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് പറയുമ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് സ്ട്രോങ്ങസ്റ്റ് ചാർജ് ഇൻഡിപെൻഡൻറ്റ് ഷോർട്ട് റേഞ്ച് ഫോഴ്സാണ്. ഷോർട്ട് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഓർഡർ ഒന്ന് ശ്രദ്ധിച്ചേ. Its range is extremely small, of the order of 10⁻⁻15 meter. ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. അപ്പം ചോദിക്കാം, ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ഏതാണ്? നിങ്ങൾ വിചാരിക്കും എന്താ, വീക്ക് ഫോഴ്സ് ആയതുകൊണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഷോർട്ട് റേഞ്ച് ആണെന്ന്. അല്ല, ഇവിടെ ഷോർട്ട് റേഞ്ച് സ്ട്രോങ്ങസ്റ്റ് ചാർജ് ഇൻഡിപെൻഡൻറ്റ് ഏതാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ്. അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 10⁻⁻15 മീറ്റർ ആണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ ഓർഡർ 10⁻⁻16 മീറ്റർ ആണ്. ഈ ഓർഡറൊക്കെ പഠിച്ചു വെച്ചേക്കണം. 10⁻⁻15 മീറ്റർ എന്നല്ലെങ്കിൽ 1 ഫെർമി എന്നും തരാം കേട്ടോ. 10⁻⁻15 മീറ്റർ ഈസ് കോൾഡ് 1 ഫെർമി. 1 FM എഴുതിയിരിക്കുന്നത് നോക്കണം. നിങ്ങൾ യൂണിറ്റ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കണം. പവറൊക്കെ എഴുതാനുണ്ട്. പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. കുഴപ്പം നോക്കരുത്. 10⁻⁻15 മീറ്റർ ഈസ് കോൾഡ് 1 ഫെർമി ഈസ് ദ ന്യൂക്ലിയർ ഡയമെൻഷൻ. അതായത് ന്യൂക്ലിയസിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1 ഫെർമി ആണ്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ സൈസ് 1 ഫെർമി അല്ലെങ്കിൽ 10⁻⁻15 മീറ്റർ ആണ്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്. ഞാൻ ഈ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ എഴുതി വെച്ച് നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഇനി റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ്. അപ്പം അതിൻ്റെ സ്ട്രെങ്ത് പറയുമ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ ഫോഴ്സ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. നെക്സ്റ്റ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ദെൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ശ്രദ്ധിച്ചേ,
അപ്പോൾ ആദ്യം 1:10⁻²(10⁻−13 10⁻13 അതാണ് ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. നെക്സ്റ്റ് വരുന്നത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ദെൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നിങ്ങളത് പഠിക്കണം കേട്ടോ.